കമ്പനി കുഴപ്പമൊന്നുമില്ല. അവർക്ക് കുഴപ്പമുണ്ടായിരുന്നു. അവർക്കുമില്ല. ചെറുക്കനെ ഏതാണ്ട് കൊണ്ട് വരുവാണ് അറിയാം. അല്ല അവര് വിചാരിച്ചാൽ ഒരു പെണ്ണിനെ കിട്ടത്തില്ലായിരുന്നോ? പറ്റില്ല. ഞാനത് പോകുമായിരുന്നു. എത്രയോ വീടുകൾ ഞാൻ മന്ത്രിയായിരുന്നു. ഞാൻ അവിടെ കമ്പനി വർത്താനൊക്കെ പറയുമ്പോ ചെറുക്കനെ മനസ്സിലാക്കാൻ ഞാൻ പോകുന്നില്ല. പലയിടത്തും പലതും നടക്കുന്നില്ലയോ? ഇവിടെ ചെങ്ങന്നൂരോ തിരുവല്ല ഇറങ്ങി. വാസുദേവൻ ഇറങ്ങിയ പോലെ അത് ഇറങ്ങിയെന്ന് ചെയ്യും. അവനുണ്ട്. പക്ഷെ അവന് ഈ എന്തോ എന്റെ പേര് കുട്ടനും ഒക്കെ ആയിട്ട് നല്ല കണക്ഷനാണ്. അവനെ കാണുകയാണെന്നാ പറയുന്നത്. പറയുന്നത് നല്ലവനാണ്. അവനാണെങ്കിൽ അവന്റെ നല്ലവനാണെങ്കിൽ ഞങ്ങൾക്കറിയാൻ കാര്യമില്ല നല്ലവനാണ്. അവനെ പറ്റി അറിയാവുന്ന വേണ്ടാന്ന് ഇല്ലേ? രണ്ടുപേരെ രാവിലെ പൈസ അവിടെ അവിടെ ഇല്ലയോ? ഹലോ, പൈസ 15,000 രൂപ തന്നില്ലേ? 2,000 രൂപ കൊടുത്തു. ഹലോ, 1000 രൂപ കൊടുക്കണം. 1000 രൂപ അവന് കൊടുക്കണം. ഹലോ, 2,000 രൂപ ഞാനങ്ങോട്ട് വരിക. 15 രൂപ വാങ്ങിച്ചിട്ട് രാവിലെ കൊടുക്കാം. എന്റെ പെൻഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ജോലി ചെയ്തിട്ട് ജോലി കഴിഞ്ഞാൽ ഞാൻ കളയുന്നില്ല. ഞാൻ കൊണ്ടിട്ട് പോയി തന്നു. ഞാൻ ചിലവെല്ലാം നടത്തുന്നു. എത്ര നാൾ കൊണ്ട് ഡൽഹിയിൽ പോയി താമസിച്ചപ്പോഴും ഞാൻ മാസം 30,000 രൂപ. ഇവിടെ ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇതൊക്കെ അറിയില്ല എങ്ങനെ ജീവിക്കുന്നു. അറിയുന്നു. അവന് 103 പവന് സ്വർണ്ണം കൊടുത്തതാണ്. 66 പവന് ഇനി ഈ തരാനുണ്ട് നമുക്ക്. എങ്ങനെ അമ്മ എടുക്കുന്നത്? വാങ്ങിക്കണം. അതുപോലെ കാറ് 17 വർഷം കൊണ്ട് ഓടിക്കൊണ്ടിരുന്നു. അത് പിന്നെ പോലെ 19,000 രൂപയ്ക്ക് ഇവിടെ കൊല്ലങ്ങൾ കടന്നു കഴിഞ്ഞപ്പോ പിന്നെ ആറ് ഓടിക്കാൻ അറിയത്തില്ല. നമുക്ക് അറിയത്തില്ല. പിന്നെ ആരും ഓടിക്കാൻ സ്വർണ്ണം കൊടുത്തു. എല്ലാ നാളും ചെറിയല്ല 2 ലക്ഷം രൂപയ്ക്ക് മോളെ കല്യാണം വിളിക്കുക. ഞാനും തമ്മിലോട്ട് പോയി കേട്ടില്ല. പോയി കുറെ എണ്ണം നമ്മുടെ പുറകിലുണ്ട്. എന്തായാലും ഞങ്ങൾ ചട്ടിക്കറിയോ പിന്നെ കല്ലില്ലേ ഭായി ആരാന്നറിയാമോ? പിന്നെ മണ്ടേ ബന്ധുക്കളാ. ഞങ്ങളുടെ അമ്മാവിയുടെ ചേട്ടത്തിയുടെ മോള് വന്നണ്ട അറിയോ? പിന്നെ കാരമ്പറ്റെന്നല്ല, അല്ലാതെ പറയുന്നത് അല്ലാതെ കാരമ്പറ്റെന്നായിരിക്കും. ചേട്ടത്തിയുടെ മോളാ. ഞങ്ങളെ അറിയാത്തവരെ ആരുമില്ല. ഞങ്ങളെ കോലപ്പുറത്തേക്കാരെ അറിയാത്തവരെ ആരുമില്ല.
എന്റെ അമ്മ കൂടപ്പുറത്തിന്റെ ഏറ്റവും ഇളയ മകളാണ് കേട്ടോ. ഞാനൊരു ദിവസം വന്നപ്പം അമ്മ ശൂലത്തൊക്കെ എന്റെ രക്തത്തിലും ഉണ്ട്. എന്തോ ശൂലത്തല്ല നല്ല ധൈര്യം. ചോദിച്ചാൽ അറിയാം. നമ്മളത്ര പിന്നിലെന്ത് വിചാരിച്ചത് ഞാൻ ഇവരൊക്കെ കാണിക്കുന്ന മേളൊക്കെ കാണുമ്പോൾ ഞാൻ എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിലോട്ട് കയറി പോകുന്നു. എന്തുവാന്ന് വിചാരിക്കും? നമ്മളതിനെ തടുക്കാൻ നോക്കത്തില്ലയോ? അവനെ നോക്കത്തില്ലയോ? അതേ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കോടതിയിൽ പോയി കേസ് കൊടുത്തതേ ഉള്ളൂ. അല്ലാതെ ഇവിടെ കാണിച്ചു കൂട്ടിയോ? അവനറിയാമല്ലോ. നിരന്തരം ഇവര് നമ്മളെ അപ്പം കേസ് തോക്കുമെന്ന് മനസ്സിലായി, പലതും വെളിയിലാവുമെന്ന് മനസ്സിലായപ്പോഴല്ലേ പിടിച്ചോണ്ട് പോയത്. പിന്നെ എന്നെ വിളിച്ച് കൊല്ലും ചിലവ് കണ്ടിവിടെ 4-5 വർഷം നമ്മൾ വീട്ടിൽ പോയി താമസിച്ചാൽ പോയി എന്നാ കുട്ടികളാണല്ലോ നേരം എന്നല്ല 2 ആഴ്ച കൊണ്ടുപോയിട്ടുണ്ട്. അതൊന്നും അമ്മ എന്താ ജോസ് പോയി അമ്മ ചോദിച്ചു എങ്ങനെ കൊണ്ടുപോയിരിക്കുന്നത്. ഈ വിജയോട് പറയുന്നത് അപ്പോഴേ ഇവളോട് പറഞ്ഞ എനിക്ക് കൂടുതലാ വരാനുണ്ട്. പോയി വന്നിരുന്നു. നമ്മുടെ മോളും ഉണ്ടല്ലോ വന്നിട്ട് ഞാൻ ഇതുകൊണ്ട് ഈ ഇവളുടെ മോളും അവനും കൂടെ വരുന്നത്. ആ മോളെന്ന് പറഞ്ഞാൽ എന്റെ അമ്മയ്ക്ക് യാതൊരു അസുഖമില്ല. ഞങ്ങൾ രണ്ടുകൂടെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പിന്നെ പിന്നെ കാണില്ലെന്ന് നമ്മൾ അവിടെ ചെല്ലെ അമ്മ കസേരയിൽ ഇരിക്കുന്ന കണ്ടോണ്ട് പിന്നെ നമ്മൾ എണീക്കുമ്പോ കട്ടിലേന്ന് എണീക്കുന്നത്. എന്തുവാ ഇതൊക്കെ ചെയ്യുന്നത്? ഇപ്പൊ അറിയാതെ ഇവിടെ നമ്മുടെ ഡൽഹി ബോംബ് ബ്ലാസ്റ്റ് ഒക്കെ നടത്തിയ കാലം ഡോക്ടേഴ്സാ. ഇവന്മാര് മഹാമല്ലാത്തവന്മാരാ. കേരളത്തിലെ മാഫിയയെ പിടിച്ചു മാമ കണ്ടോ? ഇറാനുകാർക്ക് അവയവം വിൽക്കുന്നവരെ. കേരള വലിയ മാഫിയ. ഇതെന്താ ചെയ്യുന്നതാണ് മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി എന്തോ ഇലന്തൂരുള്ളവരെ കൊന്ന് തിന്നാനാണ് മാമ വിശ്വസിക്കുന്നത്. ഇവന്മാര് അവയവ കച്ചവടമായിരുന്നു ജോലി ഇവന്റെ. എന്നുവെച്ചാൽ ഇവര് കൂട്ട് ഒരു സർജന്റെ ഹെൽപ്പറായിരുന്നു. എന്ന് വെച്ചാൽ ഇവർക്ക് ഇന്റേണൽ ഓർഗൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഡാമേജ് കൂടാതെ എന്നിട്ട് വെട്ടി നോക്കി കളയുന്ന ഇതൊക്കെ പിടിച്ചാലേ ഇതിന് അവളാണ് അറിയാതിരിക്കാൻ. ലേക്ഷോർ എന്ന് പറയുന്ന നമ്പർ 1 എന്തുവാ മാഫിയ സംഘമാണ്. മകൻ അറിയത്തില്ലയോ കേരളത്തിൽ നടക്കുന്നതൊക്കെ എന്തൊക്കെയാണെന്നോ? അതിനെ ഈ വെട്ടിക്കണ്ടിക്കുന്ന ചുമ്മാ പറയുന്ന വെട്ടിക്കണ്ടിച്ച് പിടിച്ചു വെക്കുന്നതൊക്കെ ഇവന്മാർ ഈ അവയവമൊക്കെ എടുത്ത് പിടിച്ചു വെക്കുക, പിന്നെ കുറേശ്ശെ കൊണ്ട് കളയുക, ഇതൊക്കെ ഇവന്മാരുടെ പരിപാടി. പിടിക്കപ്പെടുന്നു. ഈ ലോകം വളരെ മോശമായി മാറിയത്. ഡിംപിളിന്റെ മോള് ഡിംപിളിന്റെ ബാഗ് കൂടി ആ ഡിംപിളിന്റെ ഫേസ്ബുക്കിലുണ്ടായിരുന്നു അയാള് ഈ കൊലപാതകി ഫ്രണ്ടായിട്ട് ഈ ഇലന്തൂരിലെ. നമ്മളറിയാവോ? ഞാൻ കണ്ടതാ. എന്നിട്ട് ആളുകൾ എഴുതി ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇവനെ എങ്ങനെ അറിയാം, നിങ്ങളുടെ ഫ്രണ്ടായത് എങ്ങനെയാണെന്ന്. ഈ കൊലപാതകി ഇലന്തൂരെയോ? ഇലന്തൂര് 3 എണ്ണത്തിനെ അങ്ങോട്ട് കൊന്നത് ആരാ? മുസ്ലിമൊന്നുമല്ല, നായന്മാരല്ലയോ? ഈഴവരാ. മുസ്ലിമൊന്നുമല്ല. ആ ഇങ്ങനെ പിടിക്കപ്പെട്ടവൻ. അയാളായി എടുക്കുന്ന അതാകുമ്പോ സർജന്റെ ഹെൽപ്പറായിരുന്നു. മുസ്ലിമായിരുന്നു. ഒക്കെ നെറ്റ് നോക്കിയ പേര് കിട്ടും. അപ്പൊ ശരീരത്തിന്റെ ബന്ധുവാ പേരല്ലേ? അങ്ങനെയുള്ള ആളുകളല്ല. പക്ഷെ ഇയാളെ ഭാര്യയാണ് അയാളെ നിരപരാധി. ചുമ്മാ പറയുന്നതൊക്കെ ഇതൊക്കെ ആൾക്കാർ മറക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കഥ. ഇവരെല്ലാം എങ്ങനെയാണെന്നറിയോ? മുന്നേ കൂട്ടി കഥകളുണ്ടാക്കും. പിടിക്കപ്പെട്ട ഇന്നത് പറയണം എന്ന് പറഞ്ഞുകൊണ്ട്. പിടിക്കപ്പെട്ടാൽ എന്തിനാണ് ഇയാളെ വിളിക്കുന്നത്? ഈ മുസ്ലിമായ സർജന്റെ ഹെൽപ്പറിനെ എന്തിനാ ഇവർക്ക് അങ്ങനെ ഇതാണെങ്കിൽ എന്തിനു വിളിക്കണം? അല്ല, ഈ ഇലന്തൂരെ കാര്യം ഞാൻ പറയുന്നത്. ഇലന്തൂരെ അങ്ങനെയല്ലയോ ഈ ബന്ധു പറഞ്ഞത്? നെടിപറമ്പിലെ കോളനത്തിനെ എല്ലാം ഡോക്ടേഴ്സാ. എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക പരിപാടികളാ ഇപ്പം.